നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായകൻ, കേരളത്തിന്റെ സ്വന്തം, മലയാളത്തിന്റെ സ്വന്തം ഭാവഗായകൻ പി ജയചന്ദ്രൻ നമ്മെ വിട്ടുപോയിരിക്കുകയാണ്. അദ്ദേഹം ഏറെ നാളായി ഗുരുതരമായ രോഗാവസ്ഥയിലായിരുന്നു. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അല്പസമയം മുൻപ് 7:54 അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടായത്. കേരളത്തിന്റെ സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചുവെന്ന ഏറെ സങ്കടപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സമയം. കേരളത്തിന്റെ ഭാവഗാനം നിലച്ചിരിക്കുകയാണ്. എത്രയോ ഗാനങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഓർമ്മകളിലുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട പി ജയചന്ദ്രൻ വിടവാങ്ങുകയാണ്. അദ്ദേഹം ഏറെ നാളായി അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. പലപ്പോഴും ഇതുപോലെ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പക്ഷെ തിരിച്ച് വീണ്ടും പൊരുതി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനും നമ്മൾ സാക്ഷിയായിരുന്നു. ഒരു 3 മാസം മുൻപ് ഇതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്ന് ഞാൻ ഇനിയും പാടും, ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും, ഇതുപോലെ കളിച്ച് ചിരിച്ചെന്ന് പറഞ്ഞ പി ജയചന്ദ്രനെ നമുക്ക് ഓർമ്മയുണ്ട്. ഏറെ സങ്കടപ്പെടുത്തുന്ന വിവരമാണ്. പി ജയചന്ദ്രൻ, കേരളത്തിന്റെ സ്വന്തം ഭാവഗായകൻ, ആ ശബ്ദം നിലച്ചിരിക്കുകയാണ്. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, കന്നഡ, തെലുങ്കു, ഹിന്ദി ഭാഷകളിലായി ഏകദേശം 15,000-ലധികം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. 1944 മാർച്ച് 3-നാണ് അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹത്തിന് സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. MS ലിഷോയ് നമുക്കിപ്പം തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, പലപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യ നില സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഓരോ സമയവും ആശുപത്രിയിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങി വരുന്ന അദ്ദേഹത്തിനെയാണ് നമുക്ക് പരിചയം. പക്ഷേ ഇത്തവണ ആ തിരിച്ചുവരവുണ്ടായില്ല. തീർച്ചയായും ഓരോ തവണയും അദ്ദേഹം രോഗാവസ്ഥയിലാകുന്നു, അതിന് വളരെ ക്രിട്ടിക്കലാകുന്നു. ആ ഒരു സമയത്തൊക്കെ തന്നെ അദ്ദേഹം വലിയ തോതിൽ ഒരു ഊർജവുമായി തിരിച്ചെത്താറുണ്ട്. ഒടുവിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം വീണ്ടും ഒരു ഗാനത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും മുന്നിലേക്ക് ആ ഭാവഗായകന്റെ ശബ്ദം വീണ്ടും നമുക്ക് കേൾക്കാനായി കുറച്ച് നാളുകൾക്ക് മുൻപാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 7:54-നാണ് ഇന്നിപ്പോൾ തൃശ്ശൂരിലെ അമല മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. കരൾ സംബന്ധമായ അസുഖങ്ങളും അതിനോടൊപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ചികിത്സയിലായിരുന്നു. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ, അതായത് ഈ അസുഖം മൂർച്ഛിക്കുകയും ആശുപത്രിവാസവും അനുഭവിക്കുകയും വീണ്ടും വീട്ടിലേക്ക് വരികയും ആശ്വാസമാവുകയും ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമായ സ്ഥിതിയിലായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ അദ്ദേഹത്തിന് വലിയ തോതിൽ അലട്ടുകയും ചെയ്തിരുന്നു. അത് ഒടുവിൽ അദ്ദേഹത്തിന്റെ ജീവൻ കവർന്നിരിക്കുകയാണ്. നേരത്തെ തൃശ്ശൂരിലെ വീട്ടിൽ തന്നെയാണ് അദ്ദേഹം കുറെ നാളുകളായി തന്നെ സ്ഥിരമായി ഉള്ളത്. അധികം സന്ദർശകരെ ആരെയും അവിടേക്ക് അനുവദിക്കാറില്ല. കാരണം കോവിഡിന് ശേഷം കാര്യമായി പൊതുപരിപാടികളിലൊന്നും തന്നെ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അതിനോടൊപ്പം തന്നെ മറ്റ് സന്ദർശകരെ ഒന്നും തന്നെ അനുവദിച്ചിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പോലും പലപ്പോഴും അദ്ദേഹത്തെ കണ്ട് നേരിട്ട് സംസാരിക്കാനും ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം വീണ്ടും ഒരു പാട്ടിന്റെ ആലാപനത്തിനായി, റെക്കോർഡിങ്ങിനായി എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തെ അവസാനമായി കണ്ടത്. എന്തായാലും വളരെയേറെ ഈ സംഗീത ലോകത്തിന് നമുക്ക് എല്ലായ്പ്പോഴും എല്ലാ സമയത്തും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗാനങ്ങൾ, ആ ഭാവ മാധുര്യമുള്ള ശബ്ദം, അതെല്ലാം തന്നെ ഇപ്പോൾ മലയാളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അമല മെഡിക്കൽ കോളേജിലാണ് നിലവിൽ മൃതദേഹമുള്ളത്. അല്പസമയം മുമ്പാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മറ്റ് ചടങ്ങുകളെ കുറിച്ചും മറ്റ് മരണാനന്തരം മറ്റ് പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകും. ആ മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്.